Good morning. മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെയിം ടൈപ്പ് ആണ്, പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The following table shows the students of a class according to their heights. If the students are arranged in order of increasing height, what position will be the middle? എപ്പോഴും മീഡിയൻ എന്ന് ചോദിക്കണമെന്നൊന്നുമില്ല, മിഡിലുള്ള കുട്ടിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ 20th സ്റ്റുഡൻറ്, വാട്ട് ഈസ് മീഡിയൻ ഹൈറ്റ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ ടൈപ്പ് തന്നെയാണ് ആൻസർ കഴിയേണ്ടത്. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ പുസ്തകത്തിൽ വരയ്ക്കേണ്ട, നിങ്ങളുടെ പേപ്പറിൽ വരയ്ക്കേണ്ട കോളം വരയ്ക്കാം. എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ ഹൈറ്റ് എന്തെഴുതും? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 130 to 140 വന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ബിലോ 140. അടുത്ത തന്നെയാണ് ബിലോ 150, below 160, below 170, below 180. ഇതാണ് അറിയാമല്ലോ. ഫസ്റ്റ് വൺ 9. അടുത്ത് എഴുതുമ്പോൾ 9 + 10 19, 19 + 10 29, 29 + 9 38, 38 + 7 45. ടോട്ടൽ 45. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം എഴുതുമല്ലോ. പ്രാവശ്യം നിങ്ങൾ എഴുതുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൂട്ടത്തിൽ എഴുതിയത്, നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതിയത്, നേരത്തെ എഴുതിയിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞേക്കുന്നേ? ആദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കും. ഫസ്റ്റ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല പറഞ്ഞേ. n + 1/2. n എത്രയാണ് ഇവിടെ? 45 + 1/2, ദാറ്റ് ഈസ് 46/2 is equal to എത്ര വരും? 23. അപ്പം നമ്മുടെ മീഡിയം കിട്ടി 23. അപ്പം അതിൻ്റെ ക്ലാസ് എത്രയാണ്? ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് എഴുതുക. നമ്മുടെ ക്ലാസ് ചോദിച്ചിട്ടില്ല, എന്നാലും എത്രയാണ്? 23 എന്ന് പറയുമ്പോൾ 19 29 ഇടയ്ക്ക്. അപ്പോൾ ക്ലാസ് ഏതാണ്? 150 to 160. ക്ലാസ് ഈസ് 150 to 160. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കി ചെയ്താലോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഡി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മീഡിയൻ എത്രയായിരുന്നു? 23. മീഡിയൻ 23. അപ്പോൾ ഉണ്ടല്ലോ, ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോവാണ്. ആദ്യം എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇനി അതൊക്കെ തന്നെ എഴുതിക്കോണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ക്ലാസ് എത്രയാണ്? 150 to 160 is equal to 160 minus 150 is equal to എത്രയാണ്? 10. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നിങ്ങൾ എഴുതണം കേട്ടോ മക്കളെ, ഞാൻ പകുതി എഴുതുന്നുള്ളൂ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നിട്ട് എന്താ എഴുതും? ബിറ്റ്വീൻ ദ ക്ലാസ് 160 to 150 is equal to എത്രയാണ്? 29 minus 19 is equal to 10. Therefore common difference D എങ്ങനെ കണ്ടുപിടിക്കും? D 10/10. അതായത് ഹൈറ്റ് ബൈ ഇതാ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഇവിടെ 10 ആകുമ്പോൾ ഇത് ഏതാ 10 ആണെന്ന് വിചാരിക്കരുത്. ആൻസർ എത്രയാണ്? കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? എത്ര കിട്ടി? 1 കിട്ടി. 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ബി പാർട്ട് അങ്ങ് ചെയ്തേക്കാം. ബി എന്നാ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് പാർട്ട്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് 20th സ്റ്റുഡൻറ്? അല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ 19 ആണ്. 19 തൊട്ടടുത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പം എന്താണ് ഹൈറ്റ് ഓഫ് 20th സ്റ്റുഡൻറ്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 20th സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ 19ന്റെ ക്ലാസ് എത്രയാണ്? 150 പ്ലസ് ഇതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ 151/2. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 301 അല്ലേ വരുന്നേ? 301/2 ആണ്. 301നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 2 2 2 2 10 ഒന്നിറക്കി എഴുതി അടങ്ങത്തില്ല പോയിന്റ്. അപ്പൊ എത്ര വരും? 150.5. അത് തന്നെയാണ് ആൻസർ. ഞാൻ സംശയം തീർത്തതാണ്. 150.5 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ
20th സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 150.5 സെൻറ്റിമീറ്റർ. ഓക്കെ, കിട്ടിയല്ലോ, നമുക്കിനി എളുപ്പമല്ലേ. ഇനി നമുക്ക് എത്രാമത്തെ കണ്ടേ? നമ്മുടെ മീഡിയൻ എവിടെയാണ് കിടക്കുന്നത്? 23rd. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, മീഡിയൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മീഡിയൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 20th ഹൈറ്റ് പ്ലസ്, ഇനി 20 തൊട്ട് നമ്മുടെ മീഡിയൻ എത്രയാണ്? 23 വരെ എത്ര ഡിഫറൻസ് ഉണ്ട്? 3യുടെ ഡിഫറൻസ്. അപ്പോൾ 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 20th ഹൈറ്റ് എത്രയാണ്? 150.5 പ്ലസ്, ഇനി കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ ഇതിൻ്റെ കൂടെ 150.5 പ്ലസ് 3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 153.5. ഇതായിരിക്കും നമ്മുടെ മീഡിയൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്യാൻ തെറ്റിക്കല്ലേ. 150.5ൻ്റെ കൂടെ 3 എങ്ങനെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്? ഞാനിത് പറയുന്നത് ചിലപ്പോൾ മിക്ക പിള്ളേർക്കും അവർ ശ്രദ്ധിക്കാതെ അത് ചെയ്യുന്നതുകൊണ്ടുണ്ടോ ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കുന്നത് കേട്ടോ. 150.5ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുന്ന ഇവിടെയല്ല മക്കളെ, ഇവിടെയാണ്. കാരണം 3 ഒരു പൂർണ്ണസംഖ്യയാണ്. 3.0 എന്നാണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 153.5 എന്ന്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സെയിം ടൈപ്പാണ് വരുന്നത്. ഇപ്പം പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരുമാതിരി പഠിച്ചു. 2-3 എണ്ണം കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങളത് പഠിച്ചോളൂ. ഓക്കെ മക്കളെ, താങ്ക് യു.